നമസ്കാരം. ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഓരോ യുവജന സംഘടനാ അംഗങ്ങൾക്കും വ്യക്തിപരമായി തങ്ങളുടെ പേര് ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് വാട്സപ്പിലൂടെ ആയാലും ഇമെയിലിലൂടെ ആയാലും ലഭിച്ചിരിക്കുന്ന ലിങ്ക് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലിങ്ക് ഇപ്രകാരമായിരിക്കും വരുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് നിങ്ങളെ മറ്റൊരു വെബ്സൈറ്റ് പോർട്ടലിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് 2 ഘട്ടമായിട്ടായിരിക്കും നടക്കുന്നത്. ഒന്ന്, നിങ്ങൾ സ്വയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ശാഖാ സെക്രട്ടറിയോ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോലെ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. അതൊന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, നിങ്ങൾ നൽകിയ വിവരങ്ങൾ നിങ്ങളുടെ ശാഖാ സെക്രട്ടറി അല്ലെങ്കിൽ ഇടവക അധ്യക്ഷൻ മറ്റൊരു ലിങ്ക് വഴി ഓൺലൈനായിട്ട് തന്നെ അപ്രൂവ് ചെയ്യും. അങ്ങനെ ഓൺലൈനായി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്ട്രേഷൻ നടപടികൾ കൃത്യമായും പൂർത്തിയാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കൃത്യതയോടെ കൂടെ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റില്ലാതെ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഇല്ലാതെ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായി നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ഫുൾ നെയിം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഫുൾ നെയിം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നൽകുക. അതിനുവേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നൽകിയിരിക്കുന്ന ഭാഗത്തുള്ള ഈ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു കാലണ്ടർ വിൻഡോ ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ കൃത്യമായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഈ ഇയറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇയേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്തിട്ട് അവിടെ പർട്ടിക്കുലർ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്രകാരം മുകളിൽ കൃത്യമായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വിസിബിളായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം സെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി അവിടെ. അതിനുശേഷം ജെൻഡർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാണ് നിങ്ങളുടെ ജെൻഡർ അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പിതാവിൻ്റെ പേര് രേഖപ്പെടുത്തുക. അതിനുശേഷം അടുത്ത ഓപ്ഷനാണ് മെമ്പർഷിപ്പ് ടൈപ്പ്. നിങ്ങൾ ഏത് തരത്തിലുള്ള മെമ്പർഷിപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഫുൾ മെമ്പർഷിപ്പ്, അസോസിയേറ്റ് മെമ്പർഷിപ്പ്. നിങ്ങൾക്കറിയാം 36 വയസ്സിന് ശേഷമുള്ളവർ അസോസിയേറ്റ് മെമ്പറായിട്ട് തുടരാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ 36 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഫുൾ മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഫുൾ മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. തുടർന്ന് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് ഈ അഡ്രസ്സിൻ്റെ പാനലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെന്ന് അടുത്ത പാനലിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ നൽകുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫാമിലി രജിസ്റ്റർ നമ്പർ നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഈ ഫാമിലി രജിസ്റ്റർ നമ്പർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഫാമിലി രജിസ്റ്റർ നമ്പർ ആ പാനലിൽ കൃത്യമായിട്ട് നൽകുക. നിങ്ങൾക്ക് ഫാമിലി രജിസ്റ്റർ നമ്പർ അറിയില്ല എങ്കിൽ ദയവായി നിങ്ങളുടെ ഇടവക അധ്യക്ഷനോടോ സെക്രട്ടറിയോടോ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നൽകുക. അല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം നിങ്ങൾ empty ആയിട്ട് വിട്ടിരുന്നാൽ മതി. നിങ്ങളുടെ യുവജന സംഘടന ശാഖാ സെക്രട്ടറിയോ നിങ്ങളുടെ ഇടവക അധ്യക്ഷനോ ആ ഭാഗം പൂരിപ്പിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒക്കുപ്പേഷൻ എന്ന പാനലാണ്. അവിടെ നിങ്ങളുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ജോലി ഉണ്ടെങ്കിൽ അത് എന്ത് ജോലി എന്ന് എഴുതാം, ഇല്ല എങ്കിൽ ഇല്ല എന്ന് എഴുതുക. അങ്ങനെ ഒക്കുപ്പേഷൻ ഉൾപ്പെടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരുന്നത് നമ്മളുടെ സോൺ, ഏരിയ, ഡിസ്ട്രിക്റ്റ്, സഭ, ഈ 4 കാര്യങ്ങളും നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സോൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സോണാണെന്ന് ഉള്ള 3 ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് നിങ്ങളുടെ സോൺ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. സോൺ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ഏരിയ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൃത്യമായി തെറ്റുകൂടാതെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏരിയയും സോണും ഒക്കെ കൃത്യമായി തിരഞ്ഞെടുത്താൽ മാത്രമേ കൃത്യമായി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും സഭകളും തൊട്ട് താഴെയുള്ള ഓപ്ഷനിൽ വരികയുള്ളൂ. അങ്ങനെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റിന് ശേഷം
ഏറ്റവും ഒടുവിലായി സഭ ഏതെന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ ID പ്രൂഫും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ ID പ്രൂഫും, ഇത് രണ്ടും തെളിയിക്കുന്ന 2 ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 MB താഴെയുള്ള ഫോട്ടോസ് ആയിരിക്കണം. രണ്ടും കൂടെ 1 MB താഴെ മാത്രമേ സൈസ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ ID പ്രൂഫും ഒക്കെ മൊബൈൽ ഫോണിൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഫോട്ടോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൽബത്തിലേക്ക് പോയി ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ID പ്രൂഫ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് പോയി നിങ്ങളുടെ ID പ്രൂഫും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഏറ്റവും ഒടുവിലായി ഇൻട്രസ്റ്റഡ് ടു ഡൊണേറ്റ് ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് അൺക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ കൂടെ വെരിഫൈ ചെയ്യുക, കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ രജിസ്റ്ററിങ് എന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൃത്യമായി അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ 1ാമത്തെ ഘട്ടം പൂർത്തിയാവുന്നതാണ്.